അതായത് നമ്മളുടെ അതിർത്തിയിലേക്ക് ഇവർ ഇപ്പോൾ 4000 5000 ആൾക്കാർ വന്നിരിക്കുന്നു. ഇവരെ ആക്രമിക്കാൻ തന്നെയാണ് വരുന്നത്. നമ്മുടെ അതിർത്തി ആക്രമിക്കുക എന്നുള്ളതാണ്. സാർ ഈ മൂർച്ചയേറിയ മൂർച്ച ഉണ്ടാക്കി മാറ്റിയിട്ടുള്ള വടികൾ, കല്ല്, കട്ട, ഇരുമ്പ് വടികൾ, അതുപോലെ തന്നെ അരിവാളുകൾ ഇതൊക്കെ ഉയർത്തി കാണിക്കുന്നുണ്ട്. എന്നിട്ട് ചീത്ത വിളിക്കുകയാണ്. ഇന്ത്യക്കാരെയും ഇന്ത്യൻ സൈന്യത്തെയും BSFനെയൊക്കെ ചീത്ത വിളിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നു. നമ്മൾ ഈ പറയുന്ന അതിർത്തിയിലേക്ക് ഇവരെ ആക്രോശിച്ചുകൊണ്ട് വരികയാണെങ്കിൽ മിനിമം ആകാശത്തേക്കെങ്കിലും വെടിവെക്കുക. ഇല്ല അതിർത്തി കടക്കുകയാണെങ്കിൽ തിരിച്ച് വെടിവെക്കാമല്ലോ നമുക്ക്. ഇല്ല, അതിന് ഈ പറഞ്ഞ പോലെ ഈ മനുഷ്യാവകാശ സംഘടനകളുണ്ടല്ലോ, നോക്കിയിരിക്കുകയാണ് എന്താണ് കുറ്റം പറയേണ്ടതെന്ന് നോക്കിയിരിക്കാനായിട്ട്. അതുകൊണ്ട് ഇന്ത്യക്ക് വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആണിത്. ബംഗ്ലാദേശിൽ നിന്ന് വരുന്നവർ നമുക്ക് ഒന്നാമത്തെ അവരെ ഫിസിക് കൊണ്ടൊന്നും മനസ്സിലാക്കാൻ പറ്റൂല. അതല്ലെങ്കിൽ നമ്മൾ അതിർത്തി നമ്മൾ പൂർണ്ണമായിട്ട് ഫെൻസ് ചെയ്യുന്നത് ഫോർട്ടിഫൈ ചെയ്യാന്ന് പറയും. ഫോർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ അനധികൃത കയ്യേറ്റം തടയാൻ പറ്റുള്ളൂ. കോട്ട കെട്ടി തടയുക. അതെ, അത് പക്ഷേ ഈ അടുത്തൊന്നും നടക്കുന്നു തോന്നുന്നില്ല. കാരണം ഇപ്പൊ തന്നെ 2 മാസമായിട്ട് അവരൊന്നും ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ഒരു സ്ഥലമേറ്റെടുത്ത് ബോർഡർ പലരും സ്ഥലം വിട്ടുകൊടുക്കാൻ മടിക്കുന്നുണ്ട്. അല്ലെ, സിംഗിൾ ഫെൻസ് ബോർഡർ ഏരിയകൾ നമ്മളിപ്പോൾ സ്മാർട്ട് ഫെൻസിങ് അത് ചെയ്യുന്നുണ്ട്. സിംഗിൾ ലൈനായിട്ട് അത് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള പ്രദേശങ്ങളിൽ ഏതാണ്ട് 400 കിലോമീറ്റർ മാത്രമേ ഇനി ബോർഡർ ഫെൻസ് ചെയ്യാനുള്ളൂ. അതിൽ കുറേ ഭാഗമൊക്കെ ഇപ്പോൾ തന്നെ ഫെൻസ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ ഇത് പൂർണ്ണമായിട്ടില്ല. നടക്കുന്നത് ബംഗ്ലാദേശ് ഗവൺമെന്റിന്റെ അറിവോടുകൂടിയും സമ്മതത്തോടു കൂടിയും പിന്തുണയോടുകൂടിയാണ്. അതെ.